ട്രെൻഡിങ് ആണല്ലോ മക്കളെ പൊതിച്ചോറ്. നമ്മൾ പൊതിച്ചോറ് കെട്ടിയിട്ടില്ല തിന്നിട്ടില്ല കേട്ടോ. സ്കൂളിൽ പോയി നേരത്തൊക്കെ സ്കൂളിൽ കഞ്ഞി ചെയ്യണം. അപ്പോൾ പാത്രം കൊണ്ടുപോകും. പിന്നെ ചോറായ പെരയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ചുറ്റുമതത്തിലും കൊണ്ടുപോകും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ. അപ്പം നമ്മൾ പൊതിച്ചോറ് ഇങ്ങനെ കാണുമ്പോൾ ഒരു പൂതിയാണ്. ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ചോറിട്ടു, വായൻ്റെ ഇല വെട്ടിക്കൊടുന്ന് നല്ല വൃത്തിയാക്കി, മഴയൊക്കെ പെയ്തിട്ട് ചളിയൊന്നുമില്ല കേട്ടോ. വാട്ടി വെച്ച വായൻ്റെ ഇലയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ചോറ്. പിന്നെ എന്താ നമുക്ക് പേര് വെക്കാം, കാബേജ് തോരനാട്ടോ. അപ്പോൾ ഇത് ഒരു അരൂല് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളെ ചമ്മന്തി ഒരു അരൂല് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല തേങ്ങയും മുളകൊക്കെ ഇട്ടാൽ. പിന്നെ ഒരു അരൂലിതാ കുറച്ച് നമ്മളെ മുളകച്ചാറ് വെച്ചിട്ടോ. ഒരരൂലൊരു ലേശം മാങ്ങച്ചാറും വെക്കണുണ്ടേ. പിന്നെ അടുത്തത് നമ്മളെ മെഴുകു പുരട്ടി ഉരുളക്കിഴങ്ങ് കേട്ടോ. അതൊരരൂലിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തക്കാളി കൂട്ടാൻ കേട്ടോ. പിന്നെ ഒരു പീസ് നമ്മളെ കോഴിമുട്ട പൊരിച്ചത് കേട്ടോ. അപ്പം മുട്ട പൊരിച്ചതും വെച്ചു. അപ്പോൾ അത് ഉള്ളതുകൊണ്ടൊരു പൊതിച്ചോറ്. പിന്നെ അത് പപ്പടം പൊരിച്ചു. പിന്നെ ഒരു കഷ്ണം നമ്മളെ ഉപ്പുമാങ്ങിട്ടാ. അപ്പോൾ നമ്മളെ പൊതിച്ചോറ് ഇവിടെ സെറ്റായി മക്കളെ, സെറ്റായി. ഇതാണ് നമ്മളെ പൊതിച്ചോറ്. നമുക്കത് പൊതിയാം. അപ്പോൾ ഈ പൊതിച്ചോറ് പൊതിയുമ്പോൾ ഇല നമ്മൾ പേപ്പറിൻ്റെ മേലെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇല പൊട്ടും. അപ്പോൾ പേപ്പർ ഉണ്ടെങ്കിൽ തപ്പി അതിനൊരു കള്ളം കിട്ടി. അപ്പം നമുക്ക് പൊതിയാം മക്കളെ. ഇങ്ങനെ തന്നെ ഇരിക്കില്ലേ. നമ്മൾ ആദ്യമായിട്ടാണ് പൊതിയുന്നത് മക്കളെ, പൊതിച്ചോറ്. അയ്യ, അപ്പോൾ എല്ലാവരും കഴിച്ചിങ്ങനെ പൊതിപ്പിച്ചതാണ്. നമുക്കൊന്ന് കഴിച്ചാന്ന് കരുതി. അപ്പം നമ്മൾ പൊതിച്ചോറ് ഇവിടെ സെറ്റായി. അപ്പം നമ്മൾ ചോറ് ഇവിടെ സെറ്റായിട്ട് എനിക്കിത് മര്യാദയ്ക്ക് കട്ടാനോ അങ്ങനെ നോക്കില്ല, ഇടപെട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് പൊതിച്ചോറ്? ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ചാൽ സൂപ്പറല്ലേ. പൊതിച്ചോറ് തുറന്ന് നോക്കാം മക്കളെ. അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഒരു പൊതി നമ്മളെ മൂന്നും പൊഞ്ഞ് വെച്ചിട്ട് നോക്കട്ടോ. ഓളാനും പൊഞ്ഞ് ഇത് നിൽക്കും. അപ്പോൾ കണ്ടില്ലേ, കാണാൻ നല്ല ചുവപ്പുണ്ട്. ഞാൻ തന്നാനത്തെ പാട് നോക്കാം. അപ്പോൾ കൊതി കൂടുന്നവരൊക്കെ അതുപോലെ ഉണ്ടാക്കി നോക്കുക. അല്ലാതെ ഇപ്പം നമുക്കാരും കൊടുന്നേരൊന്നും ഉണ്ടാവില്ല. നമ്മളെ തക്കാളി കുട്ടാൻ പണ്ട് തക്കാളിയൊക്കെ താളിച്ച് ചെയ്യാണ്ട് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകും. സ്കൂളിന് ചോറ് വെച്ചത് ആ സൂപ്പറാ. ചിലവർ മീനും ഇറച്ചിയൊക്കെ വെക്കും. നമ്മളെ സ്കൂൾക്ക് മീനും ഇറച്ചിയൊന്നും കൊണ്ടുപോകില്ല. ഞങ്ങളുണ്ടാവില്ലേ ഇന്നിപ്പോൾ? ഞാൻ ഉണ്ടാവില്ലേ. കാരണം മറ്റുള്ള കുട്ടികൾക്ക് അന്നൊക്കെ പാവങ്ങളല്ല എല്ലാവരും. അഥവാ നമ്മളെ പേരുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവർക്ക് കൊതിയാവില്ല. അപ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകും. പിന്നെ ഇറച്ചി മീനൊക്കെ മണക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ തോനെ എല്ലാവർക്കും കൂടി കൊടുക്കാൻ വേണ്ടി ഒന്നും ഇറച്ചി മീനൊന്നും ഉണ്ടാവും. ഒരു കഷ്ണമൊക്കെ എല്ലാം തരാനുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കൊണ്ടുപോകില്ല കേട്ടോ. പിന്നെ ഇറച്ചി മീനിനോടും വലിയ താല്പര്യമില്ല, അത് വേറെ. അപ്പോൾ അത് ചമ്മന്തിയും തക്കാളി കൂട്ടാനും കഴിച്ച് തിന്നു. അങ്ങനെ നമ്മളെ കോഴിമുട്ട പൊരിച്ചത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഇന്നത്തെ വീഡിയോ. നമ്മളെ മാങ്ങച്ചാറ് ഞങ്ങൾക്ക് കൊതി വരുന്നുണ്ടാവും. നമുക്ക് ഇത്ര തോനെ കൂട്ടാനൊന്നും സ്കൂൾക്ക് ഉണ്ടാവില്ല കേട്ടാ. നമുക്ക് ചമ്മന്തി മുഴി ഉണ്ടാവും, അല്ലെങ്കിൽ ചമ്മന്തി ഒറ്റയ്ക്ക് ഉണ്ടാവും. നമ്മൾ മീക്ക് വിട്ട് അല്ലെങ്കിൽ തക്കാളി കൂട്ടാൻ ഉണ്ടാവും.
അങ്ങനെയൊക്കെ ചപ്പപ്പേരത്തേനുള്ളൂ. നമ്മളെ പപ്പടമൊക്കെ കണ്ടി തണുത്ത് കുഴഞ്ഞേക്കണം. നമ്മളെ കാബേജ് ചമ്മന്തി ഇട്ടിട്ടൊരു കളിയില്ല. അപ്പം എല്ലാവരും കൊതി കൂടല്ലേ ഉണ്ടാക്കി തിന്നത് ഇതാണ്. അപ്പം ഞാനിത് വെച്ച് മുഴുവനാക്കട്ടോ. എന്നാൽ ബൈ.